നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിന് കംബാക്ക് DNA ആണ്. അത് റിയലാണ്, യാഥാർത്ഥ്യമാണ്. ജൂഡ് ബെല്ലിംഗാം പറയുന്നു. ഇന്നലെ ലാസ് പാൽമാസിനെ 2-1 റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തുമ്പോൾ പുറകിൽ നിന്ന് തിരിച്ചടിച്ചാണ് അവർ വിജയിച്ചു കയറുന്നത്. ആദ്യം രണ്ടാം പകുതിയിൽ ലാസ് പാൽമാസാണ് ഗോൾ അടിക്കുന്നത്. പിന്നെ വിനി ജൂനിയറും ഔർലൻ ഷുവാമനിയും അടിച്ച ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് വിജയിച്ച് കയറുകയായിരുന്നു. ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഒരു പ്രതികരണം ഇങ്ങനെയായിരുന്നു: റയൽ മാഡ്രിഡ്സ് കംബാക്ക് DNA ഈസ് റിയൽ. ഞാനത് കുഞ്ഞായിരുന്ന സമയത്ത് TV-യിൽ കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അത് വീണ്ടും ചെയ്യാൻ പറ്റും. അതിപ്പോഴും ചെയ്യുന്നു. ഇപ്പം ഞാനിവിടെയുണ്ട്, ഞാനത് നേരിട്ട് കാണുന്നു. ദർ ഇസ് നോ പാനിക് എനിവെയർ, വി കം ബാക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് ഘട്ടത്തിലും ഒരു തരത്തിലുള്ള പാനിക്കുമില്ല, തിരികെ വരും. അതാണ് റയലിൻ്റെ പ്രത്യേകത. നോക്കുക, കഴിഞ്ഞ 4 ലാലിഗ മത്സരങ്ങൾ അലാവസിനെതിരെ റയലിൻ്റെ വിന്നിംഗ് ഗോൾ പിറക്കുന്നത് എപ്പോഴാ? 90 മിനിറ്റ് കഴിഞ്ഞ് 92-ാമത്തെ മിനിറ്റിൽ ഇഞ്ചുറി ടൈമിൽ. മയോർക്കെതിരെ റയലിൻ്റെ വിന്നിംഗ് ഗോൾ 78-ാമത്തെ മിനിറ്റിൽ. അൽമരിയക്കെതിരെ റയലിൻ്റെ വിന്നിംഗ് ഗോൾ 99-ാമത്തെ മിനിറ്റിൽ. അന്ന് 11 മിനിറ്റാണ് ആഡഡ് ടൈം കൊടുത്തത്. ലാസ് പാൽമസിനെതിരെ ഇന്നലെ വിന്നിംഗ് ഗോൾ പിറന്നത് 84-ാമത്തെ മിനിറ്റിൽ. റയൽ മാഡ്രിഡ് DNA കംബാക്ക് എന്നുള്ളത് അവരുടെ DNAയിലുള്ളതാണ്. ആഞ്ചലോട്ടി പറഞ്ഞത് 8 കംബാക്കുകൾ ഈ സീസണിൽ. അതിനർത്ഥം വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ബെഞ്ച് ഓഫ് പ്ലെയേഴ്സ് എപ്പോഴും ടീമിനോടൊപ്പം ഉണ്ട്. അവർ ടീമിനെ സഹായിക്കാൻ എപ്പോഴും തയ്യാറാണ്. ഞാൻ ബെഞ്ചിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരുപാട് ഓപ്ഷൻസ് ആണ്. അത് മത്സരങ്ങൾ മാറ്റാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് കാർലോയുടെ പ്രതികരണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.